Hello, this is Mr. Talkative this side and welcome back to another talk vlog. എൻ്റെ ട്രാവലിൻ്റെ വീഡിയോസും ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ ഞാൻ കട്ട് ഡൗൺ ചെയ്തിട്ട് ഇതുപോലെ ടോക്ക് വ്ളോഗ്സ് പുട്ടപ്പ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജസ് ഡെയിലി വരുന്നുണ്ട് എൻക്വയറീസ് ആയിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് നടക്കുന്ന ടൈമാണ്, എല്ലാവരും കയറി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ എനിക്ക് എല്ലാവർക്കും പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ റിയലി സോറി. കുറേ പേർക്കൊക്കെ ഞാൻ വിട്ടു പോകുന്നുണ്ട്. ഈവൻ മെസ്സേജസ് ഓപ്പൺ ചെയ്തിട്ട് പോലും സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുന്നുണ്ട്, എനിക്ക് റിപ്ലൈ തരാൻ പറ്റാതെ. കുറേ പേര് അങ്ങനെ വിഷമമൊക്കെ പറഞ്ഞു. അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സോറി. എല്ലാവർക്കും ഒരുപോലെ മെസ്സേജ്, കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കുന്നുള്ളായിരിക്കാം, പക്ഷേ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ റിപ്ലൈ ചെയ്യാനും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ സോറി. പക്ഷേ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു മറുപടിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് പാക്കിംഗ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതും എന്തൊക്കെ പാക്ക് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരണ്ട എന്ന ഒരു ഹോൾ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ്. ജനറൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോർമൽ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും അപ്രോക്സിമേറ്റ്ലി 23 kg ആണ് അലോട്ടഡ് ആയിട്ടുള്ളത്. പ്ലസ് ഒരു 7 kgയുടെ ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതായത് അപ്രോക്സിമേറ്റ്ലി ഓവറോൾ ഒരു 30 kg ബാഗേജാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ നോർമൽ കേസാണ്, എക്സ്ട്രാ ബാഗേജ് എടുക്കാത്തവരുടെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലഗേജ് ബാഗിൽ എന്തൊക്കെ വെക്കണം, അതേപോലെ ഹാൻഡ് ബാഗിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളത് ആദ്യം പറയാം. എപ്പോഴും പാക്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഐറ്റംസ്, അതുപോലെ കോസ്മെറ്റിക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലഗേജ് ബാഗിൽ വേണം വെക്കാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടിരുന്ന പിക്കിള്, നാട്ടിലെ ഫുഡ് ഐറ്റംസ്, മെഡിസിൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ലഗേജ് ബാഗിൽ വേണം വെക്കാനായിട്ട്. അതായത് ചെക്ക് ഇൻ ചെയ്ത് വിടുന്ന ബാഗിൽ വേണം വെക്കാൻ. നിങ്ങളെ കയ്യിൽ വെക്കുന്ന ബാഗിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. പവർ ബാങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുക. ഇനി അതും കൂടാതെ നിങ്ങൾക്ക് ഈ 2 ബാഗുകൾ കൂടാതെ നിങ്ങളുടെ കയ്യിൽ പേഴ്സണൽ ഐറ്റമായിട്ട് ഒരു ബാഗ് എടുക്കാൻ പറ്റും. അതായത് ലാപ്ടോപ്പ് ബാഗ് എടുക്കാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ എയർലൈൻസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നേരത്തെ നമുക്ക് ഈ 2 ബാഗുകൾ കൂടാതെ 30 kg അല്ലാതെ നമുക്ക് കയ്യിൽ ഒരു പേഴ്സണൽ ബാഗ് കൂടെ വെക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില എയർലൈൻസ് ഒക്കെ അത് ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അതെല്ലാം മറ്റേ ബാഗിൻ്റെ, കയ്യിൽ പിടിക്കുന്ന ക്യാബിൻ ബാഗിൻ്റെ കൂടെ തന്നെ മിക്സപ്പ് ആകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളൊന്ന് റീകൺഫേം ചെയ്യുക. കാരണം ക്യാബിൻ ബാഗാണ് അപ്രോക്സിമേറ്റ്ലി 7 കിലോ മുതൽ 10 കിലോ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള വെയിറ്റ് കുറയും. അപ്പോൾ നിങ്ങളുടെ എയർലൈൻസുമായിട്ട് അതൊന്ന് കൺഫേം ചെയ്യാം, നിങ്ങൾക്ക് എക്സ്ട്രാ ബാഗേജ് എടുക്കാമോ. കാരണം മിക്ക എയർപോർട്ടിലൊന്നും സീനാക്കാറില്ല. ഞാനിങ്ങനെ ഒരു റൂമർ ന്യൂസ് കേട്ടിരുന്നു, പല എയർലൈൻസ് അത് ഒഴിവാക്കി എന്നുള്ളത്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഐറ്റമായിട്ട് ബാഗിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് വെക്കുക. അതിനങ്ങനെ വെയിറ്റ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ലാപ്ടോപ്പ്, നിങ്ങളുടെ പവർ ബാങ്ക്, ചാർജർ, ക്യാമറ പോലെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പവർ ബാങ്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗിലായിട്ട് വെക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യം കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ടത് കിച്ചൺ യൂട്ടൻസിൽസ്, ഇന്ത്യൻ മസാലാസ്. കിച്ചൺ യൂട്ടൻസിൽസ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു പ്രഷർ കുക്കർ മസ്റ്റായിട്ട് വേണം. ഇവിടെ പ്രഷർ കുക്കർ ഭയങ്കര കോസ്റ്റ്ലിയാണ്, കിട്ടാനും പാടാണ്. നല്ല സാധനം നാട്ടിൽ നിന്ന് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രഷർ കുക്കർ കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് 1 kg 1 ലിറ്ററിൻ്റെ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ 3 ലിറ്ററിൻ്റെ കൊണ്ടുവരാം. കാരണം ഗ്രൂപ്പായിട്ടൊക്കെ താമസിക്കുമ്പോൾ കുറച്ച് പേർക്ക് ഫുഡ് വെച്ച് കൊടുക്കണം എന്നൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ 3 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 3 ലിറ്ററാണ് സജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്ററിൻ്റെ ഒരു ചെറിയ പ്രഷർ കുക്കർ കൊണ്ടുവരാം. പിന്നെ കുഴിഞ്ഞിട്ടുള്ള ഒരു പാൻ, അതായത് നിങ്ങൾക്ക് കറി കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള നല്ല ഒരു പാൻ കൊണ്ടുവരണം. പിന്നെ ഇതിന് വേണ്ട കൈലി കാര്യങ്ങളിലൂടെ എടുക്കാൻ മറക്കരുത്. സ്പൂണ്, ഫോർക്ക് അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരണമെന്നില്ല, അതൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. പ്ലേറ്റ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഒരു സ്റ്റീൽ താലി പ്ലേറ്റ് ടൈപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരാം. പ്ലേറ്റ് അല്ലാത്ത ഈ ഗ്ലാസ് പ്ലേറ്റ്സ് ഒക്കെ ഇവിടെ, സെറാമിക്സ് ഒക്കെ ഇവിടെ ഈസിയായി അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും ഞാൻ വെയിറ്റ് കയറ്റാൻ പറയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താലി പ്ലേറ്റ് കയ്യിലെടുക്കാം. ഒരു പാൻ എന്തായാലും വേണം, കുഴിഞ്ഞിട്ടുള്ളത്. അത് അല്ലാതെ നിങ്ങൾക്ക് പരന്നിട്ടുള്ള, അതായത് ചപ്പാത്തി ചൂടാനോ ദോശ ചൂടാനോ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഓംലെറ്റ് അടിക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്നിട്ടുള്ള ഒരു പാനും കൂടെ എടുക്കാം. അതാണ് എൻ്റെ ഒരു സജഷൻ. ഒരു കുക്കർ, 2 പാന്, ഇതാണ് എൻ്റെ ഒരു പ്രധാന സജഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ചായപാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കെറ്റിലൊന്നും വലിച്ചു വാരിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. അയൺ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നോ, അതൊക്കെ വെറുതെ വെയിറ്റ് അഡീഷനാണ്, അതൊക്കെ ഇവിടെ കിട്ടും. അതുകൊണ്ട് ചായപാത്രം, ചായയുടെ അരിപ്പ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കുന്നത് നല്ല. ഇന്ത്യൻ മസാലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ
കുറച്ച് മസാലാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിം എന്ന് പറഞ്ഞാൽ തീർന്നു പോകുക സംഭവം. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടെ ഇന്ത്യൻ മസാലാസ് ഇപ്പോൾ അവൈലബിൾ ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ. ഈവൻ മുളക് പൊടി, കുരുമുളക് പൊടി അതിനൊക്കെ അപ്രോക്സിമേറ്റ്ലി സെയിം വിലയാണ്. പക്ഷേ ഈ ഗരം മസാല, ചിക്കൻ മസാല അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ ഒരു മലയാളി ടച്ച്, ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് പലയിടത്തും മിസ്സാകും. അതുകൊണ്ട് നിങ്ങൾ ഗരം മസാല പോലുള്ള കറി മസാലാസ് ആവശ്യത്തിലധികം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മസാലാസ് എന്ന് പറയുമ്പോൾ ഈ മുളക് പൊടി ഇതൊക്കെ കുറച്ച് മതി, ഒരുപാടങ്ങ് വാരി വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. കൊറിയാണ്ടർ പൗഡറൊക്കെ എടുക്കണം ആവശ്യത്തിന്. കുരുമുളക് പൊടി ഇവിടെ ആവശ്യത്തിലധികം കിട്ടും, എന്നാലും നിങ്ങൾ കുറച്ച് കൊണ്ടുവരണം. മഞ്ഞൾപ്പൊടി അത് എടുത്തു വെച്ച് നിങ്ങളുടെ അമ്മമാരോട് പറഞ്ഞാൽ മതി, അവർക്കറിയാം എന്തൊക്കെ പൊടിയാണ് തന്നു വേണ്ടത്. പിന്നെ ബിരിയാണി മസാലാസ്, പിന്നെ വേണ്ടതാണ് ഈ കറുകപ്പെട്ട, പിന്നെ നമ്മുടെ പട്ട, പിന്നെ ഏലക്കായി, പിന്നെ നമ്മൾ ഇടുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഈ കമ്പ്, കോല, ഗരം മസാലാസ് ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങളുണ്ടല്ലോ. അത് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യം വരും. സോ അങ്ങനെയുള്ള അൽസ് പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണം ആവശ്യത്തിലധികം. ഇനി പറയാൻ വിട്ടുപോയാൽ എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ കായം, അച്ചാറ് പൊടി, സാമ്പാർ പൊടി, രസ പൗഡർ, അങ്ങനെയുള്ള മസാലാസ്. കായമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെക്കാം. ഒരു അമ്മമാരോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം കിച്ചണിൽ എന്തൊക്കെ സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് ലോങ് ടൈമിലേക്ക്. അതൊക്കെ ആവശ്യത്തിന് എടുത്തു വെക്കുക. ഇനിയും ഇതൊക്കെ വെക്കുമ്പോൾ വെയിറ്റ് കൂടില്ലേ നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഡ്രസ്സ് അധികം വാരി വലിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരരുത്. കാരണം നമ്മുടെ ഇതേപോലത്തെ ഡ്രസ്സുകൾ ഇവിടെ ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സെയിം കോസ്റ്റ് തന്നെയാണ്. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ബംഗ്ലാദേശും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഈ കോസ്റ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി സെയിം തന്നെയാണ് നാട്ടിൽ നിന്ന് വാങ്ങുന്നതും ഇവിടുന്ന് വാങ്ങുന്നതും. അതുകൊണ്ട് അധികം ഡ്രസ്സ് വാരി വലിച്ച് കൊണ്ടുവരണ്ട. ഇനി ഇൻ കേസ് നിങ്ങൾ ഷർട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 1-2 ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. ജീൻസ്, പാൻറ് ഇവിടെ കൂടുതൽ ജോഗർ ടൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബെല്ലി ബോട്ടം മോഡലൊക്കെ വരിക. അപ്പം നിങ്ങൾക്ക് നല്ല ജീൻസ് വേണമെങ്കിൽ ഒരു 2-3 ജീൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പിന്നെ ഇന്നേഴ്സ്, നല്ല ഇന്നേഴ്സ് വേണമെങ്കിൽ അതും ആവശ്യത്തിലധികം നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ച് കൂട്ടി നിങ്ങളുടെ വെയിറ്റ് കൂട്ടാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇവിടെ പലരിലും കണ്ടുവരുന്നൊരു പ്രവണതയാണ് കിലോ കണക്കിന് അരി, ഉഴുന്ന്, പയർ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരിക, കടല, അങ്ങനെയുള്ള സംഭവമൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അരിയൊക്കെ വെറുതെ നിങ്ങൾ കിലോസ് കണക്കിന് കൊണ്ടുവന്ന് അതൊക്കെ നിങ്ങളുടെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ 23 കിലോ ലഗേജ് ബാഗിലുള്ള എന്നുള്ളത് മറക്കരുത്. പിന്നെ പ്രധാനമായിട്ട് പലരും വിട്ടുപോകുന്ന എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മെഡിസിൻസ്. അതായത് ഇപ്പം റെഗുലറായിട്ട് മെഡിസിൻ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള മെഡിസിൻ വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരാൻ മറക്കരുത്. ലഗേജ് ബാഗിൽ തന്നെ വെക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീവർ, കോൾഡ്, അതായത് ഈ പാരസെറ്റമോൾ, ഡോളോ 650 ടൈപ്പ്, പിന്നെ കോൾഡിന് വേണ്ടത് വയറുവേദന, ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ, യൂറിനറി ഇൻഫെക്ഷൻ മസ്റ്റായിട്ട് കൈ കരുതേണ്ട സംഭവമാണ്. പിന്നെ ചുമയ്ക്ക് വേണ്ട അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഈ സിറപ്പ്. ഈ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴും പിന്നെ കാര്യമായ പനി വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, അസിത്രാമൈസിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അസിത്രാമൈസിനൊക്കെ കുറച്ച് അധികം ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി എടുത്തു വെക്കുക. കാരണം അതൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര വിലയുമാണ്. അതുകൊണ്ട് ഒരു അത്യാവശ്യ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, തലവേദന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീൽ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന രീതിയിൽ കുറേ അധികം മെഡിസിൻസ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വിത്ത് പ്രോപ്പർ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് ബാഗിൽ വെക്കുക. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം വന്ന് നിങ്ങളുടെ ലഗേജ് ചെക്ക് ചെയ്താൽ ഇതെല്ലാം പ്രശ്നമാവും. അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രം മെഡിസിൻ വെക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യമാണ് നെയ്സൽ സ്പ്രേ. അത് ഈ ഒട്രിവിൻ പോലുള്ളത് വാങ്ങി വെക്കുക. കാരണം ഇവിടെ വരുന്ന ആദ്യമായിട്ട് തണുപ്പൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മൂക്കടപ്പൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നേസൽ സ്പ്രേയുടെ ആവശ്യം കാര്യമായിട്ട് വരും. ചിലർക്ക് സൈനസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മെഡിസിനും കരുതിക്കോ. അപ്പോൾ ഈ നേസൽ സ്പ്രേ അതും മറക്കാതെ കൈവെക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ തേക്കേണ്ട ബെറ്റാഡിൻ പോലുള്ള മരുന്നുകൾ. പ്ലാസ്റ്റർ അതൊന്നും കൊണ്ടുവരണ്ട, മരുന്ന് മാത്രം മതി ചെറിയ മുറിവുകൾക്കൊക്കെ. പിന്നെ നിങ്ങൾക്ക് ബോഡി പെയിൻ ഒക്കെ വന്നു കഴിയുമ്പം യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡീപ്പ് ഹീറ്റ് പോലുള്ളതോ അല്ലെങ്കിൽ മൂവ് പോലുള്ള ഒരു ചെറിയ ട്യൂബ് എടുത്ത് കൈവച്ചേക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ ടൈഗർ ബാം, വിക്സ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ആക്സോയിൽ അങ്ങനെയുള്ള ഒരു സംഭവം കൂടെ മെഡിസിൻ ലിസ്റ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെഡിസിൻ ലിസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമ്പോസ് ചെയ്യാം. എൻ്റെ മൈൻഡിൽ വന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ മെഡിസിൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യം വരും. അത്
പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മെഡിസിൻ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈമിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടിക്കഴിഞ്ഞാലും ഇവിടുത്തെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊക്കെ എടുത്ത് നമ്മളത് പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യ ഘട്ടങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ കയ്യിൽ കരുതണം. ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ലാപ്ടോപ്പ് മസ്റ്റായിട്ട് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നതാണ് എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതേപോലെ പവർ ബാങ്ക് കാര്യങ്ങളും നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ്. നിങ്ങൾക്ക് പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണവും നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആപ്പിൾ ഫോണൊക്കെ വാങ്ങാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കും. ആപ്പിളൊക്കെ ഇവിടുന്ന് വാങ്ങുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് EMI-ലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക, സർവീസ് ചെയ്ത്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ വിട്ടുപോയത് യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ പ്ലഗുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ എല്ലാം കുത്താൻ പറ്റുന്ന പ്ലഗ് അല്ല. അപ്പോൾ യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ തെളിഞ്ഞു വരും. ആ സാധനം നിങ്ങൾ വാങ്ങിക്കണം. നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു 150 രൂപയ്ക്ക് ആമസോണിലുള്ള ഒരു 3-4 എണ്ണം വാങ്ങിക്കോ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കോഡായിട്ട് തന്നെ വാങ്ങിക്കോ. ഒരു 3-4 എണ്ണം വാങ്ങിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇവിടെ അതിന് ഭയങ്കര വിലയാണ്. 6 യൂറോ 7 യൂറോസ് ഒക്കെയാണ് മിനിമം. അതും കുറച്ച് നാൾ മുമ്പ്, ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യത്തിലധികം നിങ്ങൾ വാങ്ങിയിട്ട് വരണം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ നിങ്ങളുടെ ഗാഡ്ജറ്റ്സും ചാർജിങ്ങിനായിട്ട് ആവശ്യം വരുന്ന സാധനമാണ്. സോ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഇസ് എ മസ്റ്റ് തിങ്. അതേപോലെ നിങ്ങൾ ഇനി ഇവിടെ വന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് നിങ്ങൾക്ക് ട്രാവൽ കാർഡ്, അല്ലെങ്കിൽ ഫോറക്സ് കാർഡ് എന്ന് പറയും. അത് ചിലർ വിചാരിക്കും കയ്യിൽ പൈസ പിടിച്ചുകൊണ്ട് വന്നാൽ പോലെ, പക്ഷേ എല്ലായ്പ്പോഴും അത് സക്സസ്ഫുൾ ആകണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സേഫായിട്ട്, നിങ്ങൾ എന്തായാലും കയ്യിൽ കുറച്ച് എമൗണ്ട്, ഒരു 600-700 യൂറോ മസ്റ്റായിട്ട് പിടിക്കണം. നേരത്തെയൊക്കെ ഒരു 500 ഉണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 700-800 യൂറോ ആണ് സേഫ് എമൗണ്ട് കയ്യിൽ പിടിച്ചേക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു ഫോറക്സ് കാർഡിൽ, അത് ഫോറക്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആക്സിസ്, നിങ്ങളുടെ ബാങ്ക് എന്തും ആയിക്കോട്ടെ, അവരോട് ഇന്റർനാഷണൽ ട്രാവൽ കാർഡ് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് അല്ല, ട്രാവൽ കാർഡ് എന്ന് പറയുന്നത്, അതിന് ഫോറക്സ് കാർഡ് എന്ന് പറയും. അത് നിങ്ങൾക്ക് തോമസ് കുക്കിന് എടുക്കാം, ഇല്ലെങ്കിൽ ആക്സിസ് ബാങ്കോ HDFCയോ ICICI ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം. അത് എടുത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു വൈഫൈ കാർഡായിരിക്കും. നിങ്ങൾ യൂറോപ്പിൽ എവിടെ ട്രാവൽ ചെയ്താലും, അല്ലെങ്കിൽ അതർ കൺട്രീസിൽ ട്രാവൽ ചെയ്താൽ നിങ്ങളുടെ INR ഇടുന്ന, അതിനകത്ത് ലോഡ് ചെയ്യുന്ന INR-ന് ഇക്വലൻ്റ് ആയിട്ട് യൂറോയോ ഡോളറോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളൊക്കെ നടക്കും. തോമസ് കുക്കാണ് എൻ്റെ ഒരു സജഷൻ. അവരെ കോൺടാക്ട് ചെയ്തിട്ട് വിത്തിൻ 2-3 ഡേയ്സിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. എന്നിട്ട് അതിനകത്ത് പൈസ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂറോ ആക്കി കൺവേർട്ട് ചെയ്ത് കിട്ടും. സോ ഒരു ഫോറക്സ് കാർഡും മസ്റ്റായിട്ട് കൊണ്ടുവരിക, അത് മറക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യം പതുക്കെ കുറയും. നിങ്ങൾക്ക് ഒരു RP ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യം നിന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഓൺലൈൻ വേറെ ഫോറക്സ് കാർഡുകളൊക്കെ ഉണ്ട്, ഓൺലൈൻ ട്രാവൽ കാർഡ്സ് ഒക്കെ വേറെ എടുക്കാവുന്നതാണ്. പക്ഷേ നാട്ടിൽ നിന്ന് വരുമ്പോൾ മസ്റ്റായിട്ട് ഒരു ഫോറക്സ് കാർഡ് കയ്യിൽ വെക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മറക്കാതെ വെച്ചേക്കുക. അതേപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ വിസ സബ്മിഷനും ഇവിടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒരു മിനിമം 2-3 കോപ്പീസ് മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സാധാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല, നിങ്ങളിവിടെ ഇമിഗ്രേഷന് കൊടുക്കുന്ന, വിസ സബ്മിഷന് കൊടുക്കുന്ന അതിൻ്റെ ഒരു സൈസ് ഉണ്ട്, ഞാൻ മറന്നുപോയി, അത് ഒന്ന് അന്വേഷിച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കുക. ആ സൈസിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കൊണ്ടുവരിക. അത് മസ്റ്റാണ് ഇമിഗ്രേഷൻ പർപ്പസിന് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. സോ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാര്യങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ആവശ്യത്തിലധികം. വേറെ പലരും കാണിക്കുന്ന ഒരു അബദ്ധമാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ജാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരുന്നത്. പ്ലീസ്, അതിലും ബെറ്റർ നിങ്ങൾ നാട്ടിലെ ജാക്കറ്റ് ഇവിടെ എല്ലാവർക്കും സ്യൂട്ട് ആകത്തില്ല. അതുകൊണ്ട് ബെറ്റർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിന് ഇവിടുത്തെ ജാക്കറ്റ് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നോക്കിയാലും ഇവിടുന്ന് ജാക്കറ്റ് വാങ്ങുന്നതാണ് ലാഭം. ഇനി നിങ്ങൾക്ക് ബൂട്ട്സ് വാങ്ങണം, വരുന്നത് നിങ്ങൾ വിൻ്റർ ടൈമിൽ, നല്ല എക്സ്ട്രീം ടൈമിലാണ് നിങ്ങൾ വന്ന് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻ്റർ ബൂട്ട്സ് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങാം. വിൻ്റർ ബൂട്ട്സ് മാത്രം ജാക്കറ്റ് വാങ്ങരുത്. അത് അവിടെയും ഇവിടെയും ഓൾമോസ്റ്റ് സെയിം വിലയാണ്. അതിൽ സ്നോ കോണ്ടാക്ട് ഉള്ള വിൻ്റർ ബൂട്ട് നിങ്ങൾ ഒരെണ്ണം വാങ്ങണം. അതിവിടെ വന്നിട്ട് വേണമെങ്കിലും വാങ്ങാം. ഇവിടെ വന്നിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ല സജഷൻ. നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഈ വിൻ്ററിന് വേണ്ട ഗ്ലൗസ്, തെർമൽസ് വേണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കും. അതെന്തായാലും ഒരു 2 ജോഡി ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വാങ്ങാം, ഇവിടെ നിന്ന് വാങ്ങാം, എല്ലാ എമൗണ്ടൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് വിൻ്ററിന് വേണ്ട കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട്, അതായത് ജാക്കറ്റ്, ഷൂസ്, അങ്ങനെയുള്ളത് നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന വിൻ്റർ ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു കട്ടിയുള്ള ഹുഡിയോ അല്ലെങ്കിൽ ഒരു മിനി ജാക്കറ്റോ അങ്ങനെയുള്ള സംഭവം, പുള്ളോവർ പോലുള്ള സംഭവങ്ങൾ കട്ടിയുള്ളത് മാത്രം വാങ്ങിയാൽ മതി. അത്യാവശ്യം നല്ലൊരു ഷൂസും കൊണ്ടുവരിക, അതില്ലാതെ വാരി വലിച്ച് കൊണ്ടുവരരുത്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ, അതായത് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ വിയർത്ത് നാറാത്ത ഷൂസ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കരുതാം. പിന്നെ വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സാൻഡൽസ് മസ്റ്റായിട്ട് കയ്യിൽ കരുതുക. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു
സെക്ഷനിൽ പറയാനുള്ളത് ഈ വിൻ്റർ വെച്ച് നോക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇനി വന്നിറങ്ങുന്ന നിങ്ങൾ വിൻ്റർ ടൈമിലാണ് നിങ്ങൾക്ക് ഗ്ലൗസും കാര്യവും വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ അതൊക്കെ വെറുതെ ലഗേജിൽ കയറ്റി വെയിറ്റ് കളയരുത്. നിങ്ങൾക്ക് കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇൻ കേസ് നിങ്ങൾ താൽക്കാലിക ജാക്കറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊണ്ട് വരിക. വെറുതെ ലഗേജിലിട്ട് നിങ്ങളുടെ സ്പേസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബോഡി മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത്യാവശ്യമായിട്ട് പറയാറുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബ്രിങ് ഔട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരുപാട് കോസ്മെറ്റിക്സ് ഒന്നും കൊണ്ടുവരേണ്ട. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെയും കോസ്മെറ്റിക്സ് സെയിം റേറ്റിൽ തന്നെ കിട്ടും. സോ അങ്ങനെ വാരി വലിച്ച് അതൊന്നും കൊണ്ടുവരണ്ട. പക്ഷേ ട്രിമ്മർ, ഷേവിങ് സെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. ട്രിമ്മറിന് ഇവിടെ നല്ല വിലയാണ്. നല്ല ക്വാളിറ്റി അത്ര പോരാന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ല, നല്ല ക്വാളിറ്റിയുടെ സാധനം വേണമെങ്കിൽ നല്ല പൈസയാകും. അതുകൊണ്ട് നല്ല ട്രിമ്മർ നാട്ടിൽ കിട്ടും. നാട്ടിൽ നിന്ന് ട്രിമ്മറും ഷേവിങ് സെറ്റ്, ഗില്ലറ്റിൻ്റെയൊക്കെ ഷേവിങ് സെറ്റിന് ഇവിടെ 12 യൂറോ ആണ്. അല്ലെങ്കിൽ ലോക്കൽ സാധനമായിരിക്കും കിട്ടുക. നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് അതുകൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഈ കുളിക്കുമ്പോഴൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചകിരി എന്ന് പറയുന്ന സാധനം, അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും കൊണ്ടുവരും. അതിവിടെ കിട്ടത്തില്ല. അതും കൂടെ നിങ്ങൾക്ക് വേണം. ചകിരി, നാര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തോളൂ. പിന്നെ ചിലർക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ നിങ്ങളുടെ ഒരു എക്സ്ട്രാ 1-2 സ്പെക്സും പിന്നെ ഫ്രെയിമും അതിൻ്റെ ലെൻസും കാര്യങ്ങളും കയ്യിലെടുത്തേക്കണം. അതും ഇവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ആവശ്യത്തിനധികം കയ്യിലെടുക്കുക. ലെൻസ്, സ്പെക്സ് അങ്ങനെയുള്ളത്. അത് ഞാൻ പലരിലും അങ്ങനെ ബുദ്ധിമുട്ടൊന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ സെക്ഷൻ വൈസ് പറഞ്ഞപ്പോൾ വിട്ടുപോയ മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ കിച്ചൺ യൂട്ടൻസിൽസ് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ കത്തി, നല്ല ഇരുമ്പിൻ്റെ കത്തി കിട്ടും. അത് ഒരെണ്ണം വാങ്ങിക്കൊണ്ടുപോയി. ഇവിടെ നല്ല കത്തി കിട്ടാൻ പാടാണ്. അഥവാ നല്ല കത്തി വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഇരുമ്പിൻ്റെ അല്ലെ സ്റ്റീലിൻ്റെ അല്ല ഇരുമ്പിൻ്റെ കത്തി കിട്ടും. അത് നല്ലതൊരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒരു ഫോർമൽ സെറ്റ്, നിങ്ങളുടെ എക്സിക്യൂട്ടീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോർമൽ സെറ്റും കൂടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്, അതായത് ഒരു ഫോർമൽ ഷൂ, ഒരു ഫോർമൽ കോസ്റ്റ്യൂം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു യൂസ് വരും. ഇവിടെ വന്നിട്ട് പക്ഷേ ഇവിടെയും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഒരു ഫോർമൽ സെറ്റ് നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം കരുതി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ചിലരൊക്കെ ടൈലർ ചെയ്ത് കൊണ്ടുവരുന്നതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ടൈലർ ചെയ്യണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നാട്ടിൽ നിന്ന് ടൈലർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചാലും ഓക്കെയാണ്. തലയിൽ എണ്ണ തേക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ വെളിച്ചെണ്ണ, കാസ്റ്റർ ഓയിൽ, മുറിവെണ്ണ, അതിനെ ഞാൻ വിട്ടു, ഈ മുറിവെണ്ണ ഇതൊക്കെ കൊണ്ടുവരിക. തേങ്ങ വെളിച്ചെണ്ണ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ പാരച്യൂട്ടിൻ്റെ എണ്ണയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കരുത്. ആവശ്യത്തിന് ഒരുപാടൊന്നും കൊണ്ടുവരണ്ട, ആവശ്യത്തിന്. പിന്നെ മുറിവെണ്ണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ ചതവ്, മുറിവ്, വേദന, പെയിൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു മുറിവെണ്ണ. പിന്നെ കാസ്റ്റർ ഓയിൽ വേണ്ടവർക്ക് അത്, അങ്ങനെയുള്ള കാസ്റ്റർ ഓയിൽ ഇവിടെ കിട്ടാൻ പാടാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കൊണ്ടുവരേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും അത്യാവശ്യം വേണ്ട ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറ്റ് പ്രസൻറ്റ് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെയാണ് അത്യാവശ്യം. ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറ്റാം. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെയിറ്റ് തൂക്കി നോക്കിയിട്ട് വേണം കയറി വരാനായിട്ട്. അപ്പോൾ ഐഡിയ കിട്ടിയില്ലേ? അല്ലേ? പിന്നെ നിങ്ങൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിൻ്റർ ഇൻടേക്കിനാണോ വരുന്നത് അതോ സമ്മർ ഇൻടേക്കിനാണോ വരുന്നത്? അത് ജാനുവരി ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിൻ്റർ ആയിരിക്കും വന്നിറങ്ങുമ്പോൾ, അത് എക്സ്പെക്ട് ചെയ്ത് വേണം വരാൻ. സമ്മർ ഈ സെപ്റ്റംബർ ടൈം ആണെങ്കിൽ വരുന്നത് ഭയങ്കര കാമായിട്ടുള്ള നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഒന്ന് വരിക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. വിസ അടിച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇനിയും വിസ അടിക്കാൻ നിൽക്കുന്നവർക്ക് ബെസ്റ്റ് വിഷസ്. ഇനിയും കിട്ടാതെ പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സോഫാർ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സോഫാർ ദ ബെസ്റ്റ്. ഇനി ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഡിസേർവ് സംതിങ് ബെറ്റർ എന്ന് ഹോപ്പ് കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പോൾ മിസ്റ്റർ ടോക്കറ്റീവ് സൈനിങ് ഓഫ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി അധികം അടുത്ത എൻക്വയറീസ് വരുന്നതനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് പുട്ടപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ മിസ്റ്റർ ടോക്കറ്റീവ് സൈനിങ് ഓഫ്. ബൈ.